ഫെബ്രുവരി 21 ബുധനാഴ്ച. ലൂക്ക 11:29 മുതൽ 32 വരെ വാക്യങ്ങൾ. സ്വർഗത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക സന്ദേശമായാണ് ചിത്രശലഭത്തെ ചിലർ കണക്കാക്കുന്നത്. ഈ അടുത്തയിടെ നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മരണശേഷം ആ പ്രിയപ്പെട്ട ആൾ ആശയവിനിമയം നടത്തുന്നതിൻ്റെ സൂചനയായിരിക്കാം ഇത്. ഒരു ചിത്രശലഭം നിങ്ങളുടെ മേൽ വന്നിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും പറക്കുകയോ ചെയ്താൽ അത് വളരെ നല്ല അടയാളമാണ്. പ്രിയപ്പെട്ട ഒരാളുടെ മരണശേഷം ചിത്രശലഭങ്ങളെ കാണുന്നത് ആ വ്യക്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ സമീപകാല ചിന്തകളോ പ്രാർത്ഥനകളോ കാരണമാകാം. അടുത്ത തവണ നിങ്ങളൊരു ചിത്രശലഭത്തെ കാണുമ്പോൾ അത് നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി വിടർത്തുകയും നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശു തൻ്റെ ശ്രോതാക്കളോട് തുറന്നു പറയുന്നു, ഈ തലമുറ ഒരു ദുഷിച്ച തലമുറയാണ്. ഇവർ അടയാളം അന്വേഷിക്കുന്നു, എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല. അങ്ങനെ യേശു തന്നെ യോനായോട് ഉപമിക്കുന്നു. നിനവേക്കാർക്ക് യോന ഒരു അടയാളമായിരുന്നതുപോലെ യേശു ഈ തലമുറയുടെ അടയാളമാണെന്ന് അവിടുന്ന് പറയുന്നു. യേശുവിൽ നിന്ന് ഒരു അടയാളം ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ്? അവിശ്വസനീയമായ ചില അവകാശവാദങ്ങൾ ഒരാൾ ഉന്നയിക്കുമ്പോൾ അയാളിൽ നിന്ന് ഒരു ചെറിയ പ്രാമാണീകരണം അല്ലെങ്കിൽ അതിൻ്റെ സ്ഥിരീകരണം നേടുന്നതിൽ അർത്ഥമില്ലേ? യേശുവിനെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൻ ഒരിക്കലും തൻ്റെ ശുശ്രൂഷയിൽ കുറവ് വരുത്തുകയോ കാര്യങ്ങൾ വിട്ടുകളയുകയോ ചെയ്തിട്ടില്ല എന്നതാണ്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം യേശു പൂർണ്ണമായി നൽകിയിട്ടുണ്ട്. യേശുവുമായി ഇടപഴകുന്ന എല്ലാവരുടെയും വലിയൊരു ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? യേശുവിനെയാണോ അതോ മറ്റെന്തെങ്കിലുമാണോ? ഈ ചോദ്യം യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്നവർക്കെന്ന പോലെ ഇന്ന് നമുക്കും ബാധകമാണ്. മനുഷ്യരായ നമ്മളും ചില സമയങ്ങളിൽ യേശുവിനോടോ ദൈവത്തോടോ ഒരു അടയാളം ചോദിക്കുന്നതായി നമുക്ക് കാണാം. ഒരുപക്ഷെ നാം എടുക്കുന്ന ഒരു തീരുമാനം യേശു സ്ഥിരീകരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ യേശു നമ്മോടൊപ്പമുണ്ട് എന്നതിൻ്റെ ഒരു അടയാളം ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും നിനവേക്കാർക്ക് ജോനാസ് ഒരു അടയാളമായിരുന്നതുപോലെ താൻ യേശു ഇന്നത്തെ തലമുറയ്ക്ക് അടയാളമായിരിക്കുമെന്ന് അവിടുന്ന് തൻ്റെ ശ്രോതാക്കളോട് പറയുന്നു. യേശു തന്നെ നമുക്കൊരു അടയാളമായിരുന്നാൽ മതിയോ? അതോ കൂടുതൽ ദൃശ്യമോ മൂർത്തമോ ആയ മറ്റെന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? യേശു എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന് നാം വിശ്വസിക്കുമോ? പ്രിയപ്പെട്ടവരെ, ദൈവം നൽകിയ ഏറ്റവും വലിയ അടയാളമാണ് യേശുനാഥൻ. ദിവസത്തിലെ ഓരോ നിമിഷവും യേശു നമ്മോടൊപ്പമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from
കേരള.